ഐ സ്റ്റോപ്പ് ലിസണിങ് ടു മ്യൂസിക്. ഞാൻ മ്യൂസിക് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയെന്നറിയോ? മ്യൂസിക്കിന് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും കഴിയും. സങ്കടം വരുമ്പോൾ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ സങ്കടം കൂടുകയുള്ളൂ, കുറയത്തില്ല. ഇതിനെന്താണൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ? ലിസൺ ടു ഖുർആൻ. ഖുർആൻ നഷീദ്, ഇതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. അതാണ് ഖുർആൻ പറയുന്നത്, നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅതും. നിങ്ങൾ നിസാക്കൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, മിൻ ഖൽഫിൻ ഔ മിൻ വറാഇൻ ഔ ഖായിമൻ ഔ ഖായിമത്തിൻ ഔ ഖാഇദത്തിൻ ഔ മുസ്തൽഖിയത്തിൻ ഔ മുൽതജിഅത്തിൻ ഔ മുഖ്ബിലത്തിൻ ഔ മുദ്ബിറത്തിൻ ഇലാ ഫീ ഹൈതു ഇലാ മൗദിഇൻ വാഹിദിൻ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ അർള് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്, വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്, വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? മിൻ ഖൽഫിൻ, പുറകിലൂടെയോ, വഖായിമത്തിൻ, നിന്നുകൊണ്ടോ, വബാരികത്തിൻ, മുട്ടുകാലിൽ നിന്നുകൊണ്ടോ, വഖാഇദത്തിൻ, ഇരുന്നുകൊണ്ടോ, വമുസ്തൽഖിയത്തിൻ, മലർത്തി കിടത്തിയോ, വമുൽതജിഅത്തിൻ, ചരിച്ചു കിടത്തിയോ, വമുഖ്ബിലത്തിൻ, മുൻഭാഗത്തിലൂടെയോ, വമുദ്ബിറത്തിൻ, പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗളിഇൻ ഫീ മൗളിഇൻ വാഹിദിൻ, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാകും? നിങ്ങളുടെ സൗകര്യം പോലെ. ഫഅതു ഹർസകും അന്നാ ശിഅതും. എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർക്ക് കുറച്ച് സ്വർണം കിട്ടട്ടെ, പെണ്ണിട്ട പെണ്ണുങ്ങൾ പോയി കല്യാണം കഴിക്കാൻ അടക്കല്ല. എങ്ങനെയാകാം? ഹക്കീമേ, അവനാ പറഞ്ഞത് ഉസ്താദേ, ഇത് പറയാതെ പോവല്ലേ, എന്റെ ജീവൻ മൊത്തവും തകർന്നു പോകും. ഹൈളിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, ഹൈളിന്റെ സമയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഫുഖഹ ഉലമാക്കൾ, നമുക്കതാണ് മനസ്സിലാക്കേണ്ടത്, നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്ലം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാക്കാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലി റളിയല്ലാഹു അൻഹു എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ മറ്റ് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ, ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅതും. എന്തിനാണിത്? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നത് എന്തിനാ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിട്ടിട്ട് മറ്റൊരാളുമായി ബന്ധപ്പെടരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ഉപദേശം നൽകുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല, ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തനാമ ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരി, സഹോദരി, നിന്റെ ഭർത്താവ് പുറത്ത് വ്യഭിചരിക്കാൻ പോകാനുള്ളതിന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് നീ തന്നെ
തന്നെ പരിഹാരം കാണണം. എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. ലാ യഹല്ലു ലിംറാത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തനാമ, അവൾ ഉറങ്ങൽ ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ. എങ്ങനെ? വെറുതെ പോയി പൗഡർ ഇട്ടോണ്ട് നിന്നാ പോരാ, ചുണ്ട് മിനുക്കിക്കൊണ്ട് നിന്നാ പോരാ. ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം. തഖ്ലഅ സിയാബഹാ, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം. وتدخل معه بلحافه, അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം. ഫതൽസഖ ജിൽദഹാ ബിജിൽദിഹി, അവളുടെ നഗ്ന ശരീരത്തെ, വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉരസണം, യോജിപ്പിക്കണം. അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ ശാപമാ. ഉണ്ടോ? എത്ര ഗൗരവ വിഷയ. ഭാര്യ ഭർത്താവ് രണ്ടു മുറിയിൽ കിടക്കാവോ? ഇല്ല. ലാ യഹല്ലു ലിംറാത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തഅസില ഫിറാശഹു, ഭർത്താവിന്റെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് കിടക്കൽ ഒരു പെണ്ണിനും യോജിച്ച കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലാ തഖ്ശൻ ബിസദ്രിഹി, ഭർത്താവിന്റെ മുന്നിൽ അവൾ ഒരു നീരസവും പ്രകടിപ്പിക്കാൻ പാടില്ല.